ജില്ലാ ഭരണകൂടം വിവിധ കാരണങ്ങൾ നികത്തി അനുമതി നിഷേധിച്ച വെടിക്കെട്ടാണ് ക്ഷേത്ര പരിസരത്ത് നടന്നത്. എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണോ അനുമതി നിഷേധിച്ചത്, ആ സംഭവങ്ങളൊക്കെ അവിടെ നടന്നിരിക്കുന്നു എന്നതാണ് ഏറ്റവും ദൗർഭാഗ്യകരമായ കാര്യം. ഉത്തരവിന്റെ പകർപ്പ് ഇപ്പോൾ ലഭ്യമായിട്ടുണ്ട്. കെ സജീഷ് ഉണ്ട് വിവരങ്ങൾ നൽകാൻ. സജീഷ്, നേരത്തെ തന്നെ ഇത്തരത്തിൽ പരിസരവാസികളുടെ അടക്കം പരാതി ഉണ്ടായിരുന്നു. മുമ്പ് ഇത്തരത്തിൽ മത്സര വെടിക്കെട്ട് നടക്കുന്നതിനാൽ പല വിധത്തിലുള്ള തകരാറുകൾ ഉണ്ട്. അതൊക്കെ കൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ അനുമതി നിഷേധിക്കുന്നത് എന്നും ഈ ഉത്തരവിൽ കൃത്യമായി പറയുന്നുണ്ട്. എന്തൊക്കെയാണ് ഈ ഉത്തരവ് ഇറക്കുക മാത്രമാണോ ഭരണകൂടം ചെയ്തത്? മറ്റെന്തെങ്കിലും നടപടികൾ ഇവരുടെ ഭാഗത്ത് നിന്നുണ്ടായതായി അറിവുണ്ടോ? ഇക്കാര്യത്തിൽ ഗുരുതരമായ ചില സുരക്ഷാ വീഴ്ചകൾ ഉണ്ടായി എന്ന സംശയമാണ് ഇപ്പോൾ ഉയരുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സായി സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ കമ്പക്കെട്ട് മത്സരത്തിന് ജില്ലാ ഭരണകൂടം അനുമതി നൽകിയിട്ടില്ല. സാധാരണ രീതിയിൽ ഉത്സവങ്ങളിൽ ആചാരപരമായി വെടിക്കെട്ട് നടത്താനുള്ള അനുമതി അതത് ജില്ലാ ഭരണകൂടങ്ങളും താലൂക്ക് ഭരണകൂടങ്ങളും നൽകാറുണ്ട്. കൊല്ലം പരവൂർ പുറ്റിങ്ങൽ ഈ ക്ഷേത്രം എല്ലാ വർഷവും ആചാരപരമായ രീതിയിൽ വെടിക്കെട്ട് നടത്താറുണ്ട്. ഇത്തവണയും അവർ അതിനുള്ള അനുമതി ചോദിച്ച് ജില്ലാ ഭരണകൂടത്തിന് അനുമതി നൽകിയിരുന്നു, അപേക്ഷ നൽകിയിരുന്നു. ഈ അപേക്ഷ പരിഗണിച്ച ശേഷമാണ് ജില്ലാ ഭരണകൂടം നടത്തിയ അന്വേഷണത്തിലാണ് ഇവിടെ നടക്കുന്നത് ആചാരപരമായ വെടിക്കെട്ടല്ല, പകരം കമ്പക്കെട്ട് മത്സരമാണ്. സാധാരണ രീതിയിൽ വെടിക്കെട്ട് നടക്കുന്നതിൽ 12 കിലോ സ്ഫോടക വസ്തുക്കൾക്ക് മാത്രമേ അത്തരം സ്ഥലങ്ങളിൽ ശേഖരിക്കാൻ കഴിയൂ. കമ്പക്കെട്ട് മത്സരമാണെങ്കിൽ അതിന്റെ തീവ്രത വർദ്ധിക്കുകയും അതിലേറെ കൂടുതൽ സ്ഫോടക വസ്തുക്കൾ ശേഖരിക്കാൻ സാധ്യതയുണ്ട് എന്നും ജില്ലാ പോലീസ് മേധാവിയും കൊല്ലം തഹസിൽദാർ നൽകിയ റിപ്പോർട്ടിലുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ കമ്പക്കെട്ട് മത്സരത്തിന് അനുമതി നിഷേധിച്ചു എന്നാണ് അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് നൽകിയ റിപ്പോർട്ടിലുള്ളത്. ആ റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇതോടൊപ്പം തന്നെ ഇത് സമീപവാസിയായ പങ്കജാക്ഷി എന്ന സ്ത്രീ കൂടി ഈ വെടിക്കെട്ടിനെതിരെ പരാതി നൽകിയിട്ടുണ്ട്. വലിയ തോതിലുള്ള ശബ്ദഘോഷങ്ങളാണ് എല്ലാ വർഷവും നടത്താറ്. അത് ഹൃദ്രോഗികൾക്കും ഗർഭിണികൾക്കും കുട്ടികൾക്കും എല്ലാം വലിയ അരോചകമാണ്, ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് എന്നൊരു പരാതിയും ജില്ലാ ഭരണകൂടത്തിന് ലഭിച്ചിരുന്നു. ഈ രണ്ട് പരാതികളും പരിഗണിച്ച ശേഷമാണ് കമ്പക്കെട്ട് മത്സരത്തിന് ജില്ലാ ഭരണകൂടം അനുമതി നിഷേധിച്ചത്. പക്ഷേ അതിൽ മറ്റൊരു സംശയം നിലനിൽക്കുന്നുണ്ട്. കമ്പക്കെട്ട് മത്സരത്തിന് അനുമതി നിഷേധിക്കുമ്പോൾ തന്നെ ആചാരപരമായ വെടിക്കെട്ടിന് അവിടെ അനുമതി നൽകി എന്നും വാർത്തകളുണ്ട്. സാധാരണ രീതിയിൽ എല്ലാ വർഷവും നടത്തുന്ന വെടിക്കെട്ട് തന്നെയാണ് ഇത്തവണയും നടക്കുന്നത്. കമ്പക്കെട്ട് മത്സരമല്ല നടക്കുന്നത്, വെടിക്കെട്ട് മാത്രമാണ് നടക്കുന്നതെന്ന് ഉത്സവ കമ്മിറ്റികൾ ധരിപ്പിച്ചിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ ഇതിന് ഏതെങ്കിലും സർക്കാർ ഏജൻസികൾ, സർക്കാർ സംവിധാനത്തിൽ നിന്ന് അനുമതി ലഭിച്ചു എന്നാണ് ഇനി അറിയേണ്ടതുണ്ട്. അങ്ങനെയെങ്കിൽ ആ അനുമതിയുടെ മറവിൽ ഇവർ കമ്പക്കെട്ട് മത്സരം നടക്കുകയാണ്. അതാണ് ഇത്ര ഒരു വലിയ ദുരന്തത്തിലേക്ക് നയിച്ചത്. നിലവിലുള്ള വിവരങ്ങളുടെ പശ്ചാത്തലത്തിൽ നമുക്ക് പറയാൻ കഴിയും, എല്ലാ നിയമ ലംഘനങ്ങളും നടത്തിക്കൊണ്ടുള്ള ഒരു കമ്പക്കെട്ട് മത്സരമാണ് അവിടെ നടത്തിയത്. ഒരു സുരക്ഷാ ക്രമീകരണങ്ങളും അവിടെ നടത്തിയിട്ടില്ല. സജീഷ്, ഒരു കാര്യം സജീഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഉത്തരവിൽ പറയുന്ന ഒരു കാര്യം, അസിസ്റ്റന്റ് ഡിവിഷണൽ ഫയർ ഓഫീസറും എൻവയോൺമെന്റൽ എഞ്ചിനീയറും അന്വേഷണം നടത്തി സമർപ്പിച്ച റിപ്പോർട്ടിൽ നിബന്ധനകളോടെ അനുമതി നൽകാവുന്നതാണ് എന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇത്തരത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള നിബന്ധനകളോടെ ഈ വെടിക്കെട്ടിന് അനുമതി നൽകിയതായുള്ള വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ടോ? സായി, അതാണ് ഞാൻ സൂചിപ്പിച്ചത്. കൊല്ലപ്പുറ്റിങ്ങൽ ക്ഷേത്രത്തിൽ മറ്റു ക്ഷേത്രങ്ങളിൽ നടക്കുന്ന ഉത്സവങ്ങൾ ഉള്ളതുപോലെ തന്നെ ആചാരപരമായ രീതിയിൽ വെടിക്കെട്ട് നടത്താൻ അനുമതി എല്ലാ വർഷവും നൽകാറുണ്ട്. അത്തരത്തിലുള്ള വെടിക്കെട്ടാണ് നടക്കുന്നതെങ്കിൽ അതിന് അനുമതി നൽകാം എന്ന റിപ്പോർട്ടാണ് നേരത്തെ ഉള്ളത്. പക്ഷേ പിന്നീട് നടത്തിയ കൊല്ലം ജില്ലാ പോലീസ് മേധാവിയും ഒപ്പം തഹസിൽദാരും പരവൂർ സർക്കിൾ ഇൻസ്പെക്ടറും നടത്തിയ അന്വേഷണത്തിന്റെ പശ്ചാത്തലത്തിൽ കമ്പക്കെട്ട് മത്സരമാണ്. സാധാരണ രീതിയിൽ വെടിക്കെട്ട് നടത്തുമ്പോൾ ഇവിടെ അനാർക്കലി എന്നൊരു കരാറുകാരനാണ് ഇതിന് കരാർ നൽകാറ്. പക്ഷേ ഇതിന് പുറമെ ഇത്തവണ കഴക്കൂട്ട സ്വദേശിയായ ഉമേഷ് എന്ന കൂടി കരാർ നൽകിയിട്ടുണ്ട്. ഇത് ക്ഷേത്രം ഭാരവാഹികൾ മനഃപൂർവ്വം മറച്ചുവെച്ചുവെന്നും അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റിന്റെ റിപ്പോർട്ടിലുണ്ട്. കമ്പക്കെട്ട് മത്സരമാണ് നടക്കുന്നതെന്ന് ബോധ്യപ്പെട്ടതിനാൽ അതിന് അനുമതി നിഷേധിക്കുന്നുവെന്നാണ്. പക്ഷെ അപ്പോഴും ഈ ആചാരപരമായ വെടിക്കെട്ട് നടത്താൻ അനുമതി ലഭിച്ചിട്ടുണ്ട് ക്ഷേത്രം ഭാരവാഹികൾക്ക് എന്നാണ് അറിയുന്നത്. ഇത് ഏത് സർക്കാർ സംവിധാനത്തിൽ നിന്നാണ് ലഭിച്ചത്? അങ്ങനെയെങ്കിൽ ആ ഉത്തരവിന്റെ മറവിലാണ് ഒരു കമ്പക്കെട്ട് മത്സരം എന്ന വലിയ ഒരു വെടിക്കെട്ടിലേക്ക് ഇവർ പോയത്. 12 കിലോ സ്ഫോടക വസ്തുക്കൾക്ക് അപ്പുറത്ത് അതിന്റെ എത്രയോ ഇരട്ടി സ്ഫോടക വസ്തുക്കൾ അവിടെ ശേഖരിച്ചിട്ടുണ്ട്. അതാണ് ഇത്ര വലിയ ദുരന്തത്തിലേക്ക് നയിച്ചത്. ഏതായാലും സർക്കാർ അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. കഴക്കൂട്ടത്തുള്ള ഈ രണ്ടാമത്തെ കരാറുകാരന്റെ വീടുകളിൽ ഇപ്പോൾ റെയ്ഡ് നടക്കുകയാണ്. ഒപ്പം തന്നെ ക്ഷേത്രം ഭാരവാഹികൾ ആരിൽ നിന്നാണ് അനുമതി വാങ്ങിയത് എന്നുൾപ്പെടെയുള്ള അന്വേഷണങ്ങൾ ഇപ്പോൾ നടക്കുന്നുണ്ട്. വളരെ ഉന്നതതല അന്വേഷണത്തിലേക്ക്